ശ്രീ പി ആർ ശിവശങ്കർ, താങ്കൾ നേരത്തെ കൊടിമരത്തിന്റെ കാര്യം അത് വിട്ടേക്ക്. ഓക്കെ, പി ആർ, താങ്കൾ നേരത്തെ കൊടിമരത്തിന്റെ കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് ഈ മറ്റേ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടുകളും ഹൈക്കോടതിയുടെ ഫൈനൽ റിപ്പോർട്ടും ഉത്തരവും ഒക്കെ താങ്കൾ വായിച്ചിട്ടുണ്ടാവണം. താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ ഈ സ്വർണത്തിന്റെ എന്താണ് പിരിച്ചടിച്ചു മാറ്റിയെന്ന ആരോപണം വരില്ല, രസീത് വാങ്ങിച്ചില്ല എന്ന ആരോപണം ഉണ്ടെങ്കിലും. ഇല്ല, അത് ശ്രീ ഹാഷ്ബി എത്ര സുന്ദരനാണെങ്കിലും ആ പറഞ്ഞതിൽ തെറ്റുണ്ട്. ഞാൻ വായിക്കാം. ഒന്ന്, ഇതിൽ പ്രധാനപ്പെട്ടത് 27 ഭക്തന്മാരിൽ നിന്ന് 412 ഗ്രാം സ്വർണം അധികമായി മേടിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന 3,20,000 രൂപ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി നൽകിയതിന് ശേഷവും ഈ 412 ഗ്രാം അധികമായി വാങ്ങി, മറ്റത് കൂടാണ്ട്. എന്നിട്ട് വാങ്ങിയതിലോ അതിലും വീണ്ടും തെറ്റുണ്ട്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം മാനുവൽ അനുസരിച്ചിട്ട് ഒരു എ ഫോമിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 ലീഫുള്ള രസീത് വേണം എന്നാണ് ദേവസ്വം മാനുവലിൽ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന് പ്രകാരം അത് ഒന്ന് തൂക്കം വ്യക്തമാക്കി, ഒരാൾ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൂക്കം വ്യക്തമാക്കി അതിൽ സൂചിപ്പിച്ചതിന് ശേഷം ആ റെസീറ്റ് ഭക്തന് നൽകണം. രണ്ടാമത്തെ റെസീറ്റ് ആ സ്വർണം സൂക്ഷിച്ചതിനോടൊപ്പം എവിടെയാണോ സ്വർണം സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് ലോക്കറിൽ വെക്കണം. മൂന്നാമത്തെ റെസീറ്റാണ് അത് കൃത്യമായി ദേവസ്വം രജിസ്ട്രാറിൽ സൂക്ഷിക്കേണ്ടതും അതിൻ്റെ കൂടെ സൂക്ഷിക്കേണ്ടതും. ഇത് മൂന്നും നടന്നിട്ടില്ല. താങ്കൾ ഈ പറഞ്ഞ ഭക്തൻ അധികം വാങ്ങിയ സ്വർണം എവിടെ ഉപയോഗിച്ചു എന്ന് ശ്രീ കുറുപ്പ് കോടതി പറഞ്ഞിട്ടുണ്ട്. താഴെക്കൂടം പൂശാൻ 600 ഗ്രാമിനപ്പുറം ദേവസ്വം ബോർഡോട് സ്വർണം ചോദിക്കുകയും ദേവസ്വം ബോർഡ് ഉഴപ്പുകയും അതുകൊണ്ട് ഈ ബാക്കി വന്ന സ്വർണ്ണം എടുത്ത് ഉപയോഗിക്കാൻ ഞാൻ നിർബന്ധിതനായി എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ കൊണ്ടാണ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ആ റിപ്പോർട്ടിലുണ്ട് അധികം വന്ന സ്വർണം എവിടെ ഉപയോഗിച്ചു എന്ന റിപ്പോർട്ട് കൃത്യമായിട്ടുണ്ട്. പക്ഷേ അല്ല അധികം വന്ന സ്വർണം എന്ന് പറയുമ്പോൾ ഭക്തർ എത്രയാണ് നൽകിയെന്നുള്ളത് ഭക്തർക്ക് റെസീറ്റ് നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന റെസീറ്റിലില്ല, എമൗണ്ട് ഇല്ല എന്നുള്ളതാണ്. പിന്നെ പല ഭക്തർക്കും കൊടുത്തിട്ടില്ല. ശരി, ഞാൻ അതിൽ കിടന്ന് തർക്കുന്നില്ല. ഏതായാലും റിപ്പോർട്ട് പ്രകാരം മഹസറിലുണ്ട്. ഭക്തന് നൽകിയ റിപ്പോർട്ടിൽ സ്വർണത്തിന്റെ അളവില്ല. എനിക്കറിയാവുന്നൊരു ഭക്തന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് വരും ദേവസ്വം ബോർഡിലേക്ക് കൃത്യമായിട്ട്. മറ്റൊരു ഭക്തൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് കൃത്യമായി എല്ലാം രേഖപ്പെടുത്തി വാങ്ങിയെന്നാണ് പറഞ്ഞത് ഇന്ന് പറഞ്ഞത്. ഞാൻ സുരേഷ് ഗോപി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കുള്ള ഭക്തൻ സുരേഷ് ഗോപി മാത്രമാണെന്ന് താങ്കൾക്ക് ത്രികാലജ്ഞാനം വേണ്ട. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അത് വരും. ഞാനിപ്പോൾ അത് കോടതിയിലേക്ക് പോകുന്നവരെ ഞാൻ പറയുന്നില്ല. അതെല്ലാം കൃത്യമായിട്ട് വരും. താങ്കൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കാം. താങ്കൾക്ക് പല കാര്യം വിശ്വസിക്കുന്ന പോലെ അതും വിശ്വസിക്കാം. എനിക്ക് എൻ്റെ അറിവിനനുസരിച്ചിട്ട് ഇത്തരം തെറ്റുകൾ കോടതിയിലേക്ക് പോകുന്ന കാരണം തൽക്കാലം ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒറിജിനൽ കോപ്പി കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അത് വ്യത്യാസം വരും. ഞാനത് പറയുന്നു. അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല. മൂന്നാമത്തെ രേഖകളിൽ കാണുന്നതിൽ ദേവസ്വം രേഖകൾ കാണുന്നതിൽ പലതിനും കൃത്യമായ തൂക്കമില്ല. രണ്ട്, ഇത്തരം അധികം വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് കൊടിമരം എന്ന് പറഞ്ഞുകൊണ്ട് 412 ഗ്രാം വീണ്ടും വാങ്ങിച്ചത്? എന്തിനാണ് അത് താഴെക്കുടം പൂശാനെന്ന് വീണ്ടും താഴെക്കുടത്ത് സ്വർണം ഉണ്ടായിരുന്നില്ലേ? ആ പൂശിയതിൽ ഈ പറഞ്ഞ 412 ഗ്രാം ഉണ്ടോ? അല്ലെങ്കിൽ ഹൈദരാബാദ് കമ്പനിയിൽ നിന്ന് 3.5 കോടി രൂപ വാങ്ങിച്ചതിൽ ഈ കണക്ക് തെറ്റിയിരുന്നോ? അല്ലെങ്കിൽ ആ പണം മാറ്റി ചെലവാക്കിയോ? അല്ലെങ്കിൽ അവർ മേടിച്ച പണം മാറ്റിക്കൊണ്ട് ഈ സ്വർണം വീണ്ടും ഇല്ല, അത് കൊടിമരത്തിന് മാത്രമായിരുന്നു സാർ. താഴെക്കൂടത്തിന് ആ പണം തികയത്തില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾ ഞാൻ അങ്ങേക്ക് മുഴുവൻ അയച്ചു തരാം. കമ്പ് കുറിപ്പ് കോടതിക്ക് കൊടുത്ത എന്താണ് ദേവസ്വം ബോർഡ് അയച്ച കത്തുകളടക്കം കോടതിക്ക് കൊടുത്ത 6 ഇടക്കാല റിപ്പോർട്ടുകളും ഫൈനൽ റിപ്പോർട്ടും ഉത്തരവടക്കം അങ്ങനെ അയച്ചു തരാം. അങ്ങനെ അതിനൊക്കെ മറുപടി കിട്ടും. നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. സമയമില്ലാത്തതുകൊണ്ട് അല്ലല്ല, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. അല്ലല്ല, താങ്കൾ എൻ്റെ ഈ വാദഗതി ചോദ്യം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ താഴെക്കുടം സ്വർണം പൂശി എന്ന് പറയുമ്പോൾ നേരത്തെ സ്വർണം പൂശിയിരുന്നില്ലേ, വീണ്ടും പൂശിയിരുന്നാണോ? അപ്പം നേരത്തെ സ്വർണം പൂശിയത് മാറ്റിയോ? ഇത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്വർണം നേരത്തെ ഈ പറയുന്ന ചെമ്പെന്നായിരുന്നു. അതെ, പലരും പൂശി. അതെ, ഞാൻ പൂശി. ആരാണ് പൂശിയത്, എവിടെയാണ് പൂശിയത് മാത്രം ഇത്തരത്തിലുള്ള പല പൂശലും വർഷം സ്വർണം. സാറേ കോടതി മേൽനോട്ടത്തിലെ കുറിപ്പിനെ കുറിച്ചും വലിയ ആരോപണമുണ്ട്. ഞാനിനി അതൊന്നും പറഞ്ഞ് പ്രശ്നമാക്കുന്നില്ല. ആ കാലഘട്ടത്തിലും പല തട്ടിപ്പുകളും ഈ പറയുന്ന കോടതി മേൽനോട്ടത്തിൻ്റെ ആളെക്കുറിച്ചും വലിയ ആരോപണങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന കൊടിമരം മാത്രമല്ല, ഈ പറയുന്ന ഈ പാത്രം വാങ്ങിക്കുന്ന കാര്യത്തിൽ 1.87 ലക്ഷം കോടി രൂപ ഓർഡർ നൽകിയ പ്രകാരം പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ഉടനെ തട്ടിപ്പ്, അതിനെക്കുറിച്ച് വേറെ കേസുണ്ട്. ആ കേസ് ആർക്കെതിരെയാണെന്നും ജയകുമാർ ആരാണെന്നും ശിവകുമാറിൻ്റെ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിലാണ് നടന്നതെന്നുള്ളത് കാരണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം കേട്ടോ. അത്തരം അത് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ അല്ല, സൂചിപ്പിച്ചു അത് വരുന്നത് ചർച്ച ചെയ്യാം. പക്ഷെ നമുക്ക് ഇത് ഈ കൊടിമരത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ചില പിഴവുകളുണ്ട് എന്ന് ഞാൻ പറയുന്നത് കോടതി പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അല്ല, എനിക്ക് മുന്നിൽ വേറെ അറിവുകളില്ല. കോടതിയിൽ ഉള്ള പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. അല്ല കോടതി അല്ല ഹാഷ്മി, ഞാൻ ഒന്നുകൂടെ പറയുന്നു, കോടതിയിലേക്ക് സർക്കാർ കൊടുത്ത ദേവസ്വം ബോർഡിലെ ജോലിക്കാർ തെറ്റായ റിപ്പോർട്ട് കൊടുക്കാമല്ലോ. കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ട് ഇത്തരം ആളുകൾ നടത്തി ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് ആ ഉദ്യോഗസ്ഥൻ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് എടുത്താണല്ലോ പറയുന്നത്. കുറുപ്പിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന സ്വർണം പൂശിയെന്ന് പറയുന്നത് എത്ര ഗ്രാം സ്വർണം പൂശിയെന്നും താഴെക്കുടത്ത് അതെ താഴെക്കുടത്തിൽ അപ്പോൾ പൂശിയപ്പോൾ പണ്ട് സ്വർണം ഉണ്ടായിരുന്നോ അതിന്റെ മുകളിൽ പൂശിയാണോ അത്ര കൂടെ നടക്കുന്നത്. അതും സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ ആ പേപ്പറിൽ അതൊക്കെ എല്ലാ ഈ താങ്കൾ പറഞ്ഞ എല്ലാം രേഖാമൂലം കണക്കുണ്ട്. ഏതെങ്കിലും സംശയത്തിന് അടിസ്ഥാനമില്ല. മാത്രമല്ല ഈ സാധാരണഗതിയിൽ നമ്മൾ ഒരു ഉദ്യോഗസ്ഥനെ, അതായത് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഇത്തരം ക്ഷേത്രങ്ങളിൽ പോയി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനൊക്കെ വലിയ അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്ത സാത്വികനായ ഉദ്യോഗസ്ഥനെ സംശയം നിർത്തല്ലേ. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മണ്ണിൽ വീണ ഈ പറഞ്ഞ സ്വർണ്ണ തൂളിയടക്കം, മെഴുകിൽ പറ്റിയ സ്വർണ്ണത്തൂളിയടക്കം അരിച്ച് അതിന്റെ മില്ലിഗ്രാമിനെ കണക്കെടുത്തും മഹസലടക്കം രേഖപ്പെടുത്തിയ മനുഷ്യനെ പറ്റി അയാളെ പറ്റി എന്തോ ആരോപണമുണ്ടെന്ന് പറയല്ലേ ശ്രീ വി ആർ? താങ്കൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹം ഈ ഹാസ് ബീൻ ട്രസ്റ്റ് ലോട്ട് ഓഫ് പേപ്പേഴ്സ്. ഈ പേപ്പർ ശരിയാണോ ഇല്ലയെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ച അദ്ദേഹം ബേസ്ഡ് ആക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണക്കുകൾ, ആ കണക്കുകളിൽ അദ്ദേഹത്തെ സഹായിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. സംശയം ചോദിക്കാം, പക്ഷെ അങ്ങനെ ഉറപ്പിച്ച സംശയിക്കാനുള്ള തെളിവ് നമ്മൾ ഞാൻ ഇടപെടുന്നത്. കാരണം എൻ വാസു ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. ജാമ്യം കിട്ടിയ ശേഷമാണ് എൻ വാസു ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ശബരിമല ഞങ്ങലക തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം കിട്ടിയ എൻ വാസു, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ വാസു ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്വാഭാവിക ജാമ്യം തന്നെയാണ്. കുറ്റപത്രം സമർപ്പിക്കാത്ത കുറ്റപത്രത്തിൻ്റെ അഭാവത്തിലാണ് സ്വാഭാവിക ജാമ്യം. അപ്പോൾ ആദ്യം മുരാരി ബാബു ജാമ്യം കിട്ടിപ്പോയി, പിന്നെ സുധീഷ് കുമാർ ജാമ്യം കിട്ടിപ്പോയി, പിന്നെ പോറ്റി ജാമ്യം കിട്ടിപ്പോയി. ഇപ്പോൾ എൻ വാസു കൂടി ജാമ്യം കിട്ടി പോകുന്നുണ്ട്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യം തൽക്കാലം കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.